യൂറോപ്പ് വാർത്താ വിഷനിലേക്ക് സ്വാഗതം. ട്രക്ക്, ലോറി, ബസ് ഡ്രൈവർമാർ ശ്രദ്ധിക്കുക. യൂറോപ്യൻ യൂണിയനിലെ പുതിയ ടാച്ചോഗ്രാഫ് നിയമത്തിനുള്ള കൗണ്ട്ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ഇനി വെറും ചില ആഴ്ചകൾക്കുള്ളിൽ സമയപരിധി അവസാനിക്കും. പുതിയ നിയമം എന്താണ്? 2025 ഓഗസ്റ്റ് 19 മുതൽ 2019 ജൂൺ 15 ശേഷം രജിസ്റ്റർ ചെയ്ത 3.5 ടണ്ണിനു മുകളിലുള്ള അന്താരാഷ്ട്ര ചരക്ക് ഗതാഗത വാഹനങ്ങളിൽ സെക്കൻഡ് ജനറേഷൻ സ്മാർട്ട് ടാക്കോഗ്രാഫ് G2V2 നിർബന്ധമാകും. ഇത് EU മൊബിലിറ്റി പാക്കേജിന്റെ ഭാഗമാണ്. ഡ്രൈവർ സുരക്ഷയും വിപണി നിബന്ധനകളും ഏകീകരിക്കാനാണ് ലക്ഷ്യം. ദേശീയ ഗതാഗതം മാത്രം ചെയ്യുന്ന വാഹനങ്ങൾക്ക് ഇളവുണ്ട്. എന്തുകൊണ്ട് വൈകാതെ മാറ്റണം? ട്രാൻസ്പോർട്ട് അസോസിയേഷനും റോഡ് ഇൻസ്പെക്ഷൻ അതോറിറ്റികളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സമയം കഴിഞ്ഞാൽ വർക്ക്ഷോപ്പുകളിൽ സ്ലോട്ട് കിട്ടാൻ പ്രയാസമാകും. ഉപകരണക്ഷാമവും വരാം. വിവിധ രാജ്യങ്ങളിലെ പിഴകൾ. ഫ്രാൻസ് €30,000 വരെ പിഴ പ്ലസ് 1 വർഷം തടവ്, വാഹനം പിടിച്ചെടുക്കും. സ്പെയിൻ €2,001 പിഴ പ്ലസ് വാഹനം തടങ്കലിൽ. പോർച്ചുഗൽ €6,000 വരെ പിഴ. ജർമ്മനി €1,500 പിഴ. ഇറ്റലി €866 മുതൽ €3,464 വരെ പിഴ, 3 മാസം വരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം. ലിത്വാനിയ ഡ്രൈവർക്ക് €350, €600, കമ്പനിക്ക് €900, €1,700 പിഴ, ടാച്ചോഗ്രാഫ് മാറ്റുന്നതുവരെ വാഹനം പോകില്ല. ബ്രിട്ടൻ £300 പിഴ. അയർലൻഡ് €5,000 വരെ പിഴ പ്ലസ് 6 മാസം തടവ്. പോളണ്ട് PLN 12,000, കമ്പനിക്ക് PLN 10,000, മാനേജർക്കു PLN 2,000 പ്ലസ് വാഹനത്തിന്റെ RC പിടിച്ചെടുക്കൽ. പുതിയ ടാക്കോഗ്രാഫിന്റെ പ്രശ്നങ്ങൾ. തെറ്റായ ഡ്രൈവർ ആക്ടിവിറ്റി രേഖപ്പെടുത്തൽ. കാർഡ് സ്വയം പുറത്തേക്ക് പോകൽ. GNSS സിഗ്നൽ പ്രശ്നങ്ങളാൽ തെറ്റായ ബോർഡ് രേഖകൾ. സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും ശരിയായ ഇൻസ്റ്റാളേഷനും സഹായകരമാണ്. ഡ്രൈവർ കാർഡ് മാറ്റണം. പഴയ G1, G2V1 കാർഡുകൾ പുതിയ ഉപകരണങ്ങളുമായി 100% പൊരുത്തപ്പെടില്ല. ബോർഡ് രേഖകളിൽ തെറ്റുകൾ വരാം. ഇത് പിഴക്കിടയാക്കാം. അടുത്ത ഘട്ടം ബസുകൾക്കും നിയമം. 2026 ജൂലൈ 1 മുതൽ 2.5, 3.5 ടൺ ഭാരമുള്ള അന്താരാഷ്ട്ര ബസുകളിലും ടാച്ചോഗ്രാഫ് നിർബന്ധമാകും. സമയം പോകുന്നു. ഓഗസ്റ്റ് 19 മുംബൈ ടാച്ചോഗ്രാഫ് മാറ്റാത്തവർക്ക് നിയമപ്രശ്നങ്ങളും സാമ്പത്തിക നഷ്ടവും ഉറപ്പ്. ഇന്ന് തന്നെ വർക്ക്ഷോപ്പ് ബുക്ക് ചെയ്യൂ.